ഹലോ ഗൈസ്, വെൽക്കം ടു അവർ തായ്ലൻഡ് സീരീസ്. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോകുന്ന ഫസ്റ്റ് ഡേ ആണിത്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ മാത്രം അവിടെ മാറിയിരുന്ന് സംസാരിക്കും. ആരോടെ സംസാരിക്കുന്നു? ആണോ? അമ്മയുടെ ഒന്ന് ഫോൺ കൊടുക്കുമോ? പിന്നെ കേൾക്കും. പറഞ്ഞോ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനെന്ന് പറയുന്ന കണ്ണൂസ്. ഗൈസ്, നമ്മളെല്ലാവരും ഇവിടെ ട്രിപ്പ് വന്നിട്ട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ഒരുത്തം മാത്രം നമ്മളുണ്ട്. നമ്മൾ 3 പേരുണ്ട്. ബോങ്കോടുണ്ട്. അവനൊന്ന് കാണിച്ചു, അവനെ കണ്ണൂസിനൊന്ന് കാണിച്ച്. അവൻ മാത്രമില്ല. ഇതാണ് പെണ്ണുണ്ടെങ്കിലുള്ള കുഴപ്പം. നമ്മളെങ്ങനെ ഇരിക്കും, അവൻ നിന്ന് വീഡിയോ എടുക്കും. ഹരിഹരൻ, റിച്ച് ഹരിഹരൻ. ഡോളർ കാശ് വരി എറിയും എവിടെയൊക്കെ പോകുമ്പോൾ. ഡോളറിലെ കളി, ഇന്ത്യൻ റുപ്പീസ്. ആരെ പറ്റി കാശ? ഗാന്ധിജിയെ ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ ഒരു ഇത് പടത്തിലൊക്കെ ഒരുപാട് കാശുകളുണ്ട്. ഏതാ ഹരിഹരൻ്റെ അപ്കമിങ് പടം? ബോംഗോ പറയും. അതിരടി. അതിലുള്ള അടുത്തടിക്ക് വേണ്ടി കൈലണ്ടി. ഇപ്പോഴും നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ 5 പേരാണ് ട്രിപ്പ് വന്നത്. പക്ഷേ നമ്മളെപ്പോഴും ഇത് പറഞ്ഞ മെമ്മറാദി ഉണ്ട്, ഞാനുണ്ട്, ബോങ്കോ ഉണ്ട്, ഹരിയാനുണ്ട്. നമ്മൾ 5 പേരാണ് ട്രിപ്പ് വന്നത്. പക്ഷേ ഒരുത്തനെ കാണുന്നില്ല. എവിടെ പോയെന്നറിയാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഇല്ല. ഏതെങ്കിലും മുക്കിലോ മൂലനോ അവനെ കിട്ടത്തില്ല. അതിനൊരു കാരണമുണ്ട്, വ്യക്തമായ കാരണം. എന്താ കാരണം? വീഡിയോ കാണുന്നവരെല്ലാം മനസ്സിലാക്കുക, കണ്ണൂസ് കമ്മിറ്റഡ് ആണ്, ഹരിഹരൻ കമ്മിറ്റഡ് ആണ്. ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമോ ഈ പൈസയും പിടിച്ചോണ്ട്? ഹരിഹരന് ധൈര്യം ഉണ്ടോ വാട്സപ്പ് ചാറ്റ് എടുത്ത് കാണിക്കാൻ? അപ്പോൾ ചാറ്റിൽ എന്തിരിക്കുന്നു? $300 ഹരിഹരൻ തായ്ലൻഡ് പോണത്. ഇത് ബോങ്കോയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ബോങ്കോ, എന്താണ് അഭിപ്രായം മിസ്റ്റർ ബോങ്കോ? ബോങ്കോയിൽ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ? മറ്റേ ചെവിയിൽ പഞ്ഞെടുത്തിട്ടുണ്ടോ? ചെവിയൊക്കെ മെമ്മറാദി. എനിക്ക് നല്ല അഭിപ്രായമാണ്. ഇതിൻ്റെ 2ാമത്തെ ഫ്ലൈറ്റാണ്. ഞാൻ ഹാപ്പിയാണ്. മെമ്മറാദിയിൽ വെച്ച് അടുത്തൊരു മാമനുണ്ട്. ഫസ്റ്റ് ഫ്ലൈറ്റ് വീട്ടിലെ ശില്പിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ വേറെ പിള്ളേരുണ്ട് അപ്പുറത്ത്. ഒരു ഹായ് കൊടുത്തു ഗൈസ്. ഹായ് ഇവിടെ ക്യാമറ. ഹായ് അങ്കിൾ, ഒരു ഹായ് കൊടുത്തു. ഹായ്. ചെറുപ്പം നമ്മള് വീട്ടിലോട്ട് ഇറങ്ങി തുടങ്ങി. ഞാൻ അങ്ങ് മൊത്തത്തിൽ ബ്ലോഗിലോട്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിച്ചു. അവൻ ചേട്ടൻ പറഞ്ഞു വിട്ട് എൻ്റെ കഞ്ഞിപ്പാറ്റ് ഇടാനുണ്ട്. ഇപ്പം ഫ്ലൈറ്റിൽ കയറിയൊക്കെയാണ്. കൈ 2 തൊട്ട് എനിക്ക് വിൻഡോ സീറ്റ് ഇട്ടിട്ടുണ്ട്. ബോങ്കോയ്ക്ക് നമ്മൾ വിൻഡോ സീറ്റ് കൊടുത്തു. അതുപോലെ തിരിച്ചു ബോങ്കോ വിൻഡോ സീറ്റ് തരും. പിന്നെ നമ്മൾ വാങ്ങിക്കും. അപ്പോൾ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നീ വീട്ടിൽ പോകും. ഞാൻ രാവിലെ 7:30. അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചോളാം പയ്യ. ഞങ്ങൾ വഴക്കോടത്തോണ്ട് ആ ചേച്ചിയെ പിടിച്ചിട്ട് സംസാരിക്കുന്നു. പ്രശ്നക്കാരനാണ് മുകുന്ദമാമൻ്റെ മോനിച്ച്. നമ്മൾ ഡീസൻ്റാണ്. കോഴിയാണ്. നമ്മുടെ അടുത്ത് വലിയ എക്സൈറ്റ്മെൻ്റ് ആണ്, ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കിടന്നവരാണ്. ഇതായിപ്പോൾ ഒറ്റ ഭയങ്കര ഉറക്കം. ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, എക്സൈറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞവൻ എന്താ പോത്ത് പോലെയാണെന്ന് പറയുന്നത്. ഭയങ്കര തൊള്ളയാണ് ഗൈസ്. ഒരു ഉരുപ്പി വെള്ളത്തിന് 120 രൂപ. 40 ബാത്ത് 120 രൂപ. വെള്ളം പോലും തായ്ലൻഡ് നമുക്ക് തരുന്നില്ല. അവരൊന്നും പറയണം. നല്ല മണം വരുന്നു.
അങ്ങനെ ഞങ്ങൾ തായ്ലൻഡ് എയർപോർട്ടിൽ ലാൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ്? ശരിയാണ് നല്ല പൂത്തുറക്കമായിരുന്നു ലാൻഡ് ആയതിട്ട്. അയ്യാ എങ്ങനെയുണ്ട്? ചെവി രണ്ടും അടഞ്ഞിരിക്കുകയാണ്, ഒന്നും കേൾക്കാൻ വയ്യ. ഒന്ന് തുറന്നു കിട്ടിയാൽ ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ക്യാമറ ഓൺ ആക്കുന്നു, പക്ഷേ വേറൊരുത്തൻ എപ്പോഴും 24/7 ഇങ്ങനെയാണ്. ഒരുത്തൻ നമ്മളെന്തായാലും സിഗ്മ മെയിലായിട്ടുള്ള ചിലരുടെയൊക്കെ സ്വഭാവം നമുക്ക് 12 മണിക്ക് ശേഷം മനസ്സിലായി. ജലദോഷമായി ചെയ്യാണ്ടായില്ല ജീവിതം. AC യുടെ കീഴിൽ ചെവി അടങ്ങും. വന്നപ്പോൾ തന്നെ ഫുൾ കോമഡിയാണ്. നമ്മുടെ എമിഗ്രേഷനിൽ ഫോറിൻ പാസ്പോർട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മണ്ടന്മാർക്ക് അറിഞ്ഞൂടാ നമ്മളാ ഫോറിനറന്ന്. നമ്മളവിടെ കിടന്ന് നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുന്ന സ്ഥലം തപ്പുക. അപ്പോൾ ഞാൻ നമ്മുടെ ഗൈഡ് ഇങ്ങനെ ഒരു ഗൈഡ് അതാ ഇവനൊക്കെ ഗൈഡായിട്ടുണ്ടോന്നവരെ ആയിരിക്കണം. നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഫോറിനറാണെന്നുള്ള ഇവൻ മറന്നുപോയി. എല്ലാവരും മറന്നു. എല്ലാവരും അല്ല, ഇവനാണ് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരുന്നത്. ഇവൻ കറങ്ങും ഒരു എമിഗ്രേഷനെ പറ്റി കിടന്ന്. നമുക്കുള്ള സ്ഥലമില്ല, മൊത്തം ഫോറിൻ പാസ്പോർട്ടേ ഉള്ളത്. ഫോറിൻ നമ്മുടെ തല 15. ഓക്കെ ഓക്കെ അവിടെ പോയി എന്റെ ഗൈഡ് ഞങ്ങളുടെ ഗൈഡ് ലോനപ്പൻ ഇല്ല കട്ട് ചെയ്തിട്ടുണ്ടോ പറഞ്ഞോ. തായ്ലൻഡിൽ ഒന്ന് ഇടിവാച്ചേരാണോ പ്ലാനാ പൂത്തണ്ടോ. ഫോറിനാ നമ്മൾ പല്ലൊക്കെ പിന്നെ തെച്ചാൽ മതി. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. കണ്ണൂസ് പിന്നെ സ്പൂണോടെ കണ്ണൂസ് ഇതൊക്കെ എന്താണ് എനിക്കറിയത്തില്ല. ഗോബി മഞ്ചൂരി ഇത്ര എടുക്കണ്ടാ. മുട്ട പൊരിച്ചതിൻ്റെയൊക്കെ വെറൈറ്റി. മുട്ട പൊരിച്ചത്, സോസേജ്, 2 മുട്ട കഴിക്കാനാണ് പഠിപ്പിച്ചു തരാം കേട്ടോ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. നമ്മുടെ ഗൈഡിനെ പറ്റി എന്താ പറയാ? ഗൈഡിനെ പറ്റി മലയാളി ഗൈഡ് ഒരു എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മകന് വിശേഷം ഒന്നും ഇല്ല. പിന്നെ വെണ്ണ